കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. ദേശീയപാതയിലും സംസ്ഥാന പാതയിലും അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെട്ടത്. കാലവർഷക്കെടുതിയിൽ കാസർഗോഡ് ജില്ലയിൽ ഒരു മരണം കൂടി. പാലക്കുന്ന് കരിപ്പോടിയിലെ ടെക്സ്റ്റൈൽസ് ഉടമ അസീസിന്റെ മകൻ സാദിഖാണ് മരിച്ചത്. കാൽ തെന്നി തോട്ടിൽ വീണാണ് മരിച്ചത്. പട്ലയിൽ ഭാര്യ വീട്ടിനടുത്ത് വെച്ചായിരുന്നു അപകടം. വിദേശത്തായിരുന്ന സാദിഖ് ഒരു മാസം മുൻപാണ് നാട്ടിലെത്തിയത്. കാസർഗോഡ് ജില്ലയിൽ മഴ ശക്തി പ്രാപിച്ചതോടെ നിരവധി പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. മണ്ണിടിച്ചിലും രൂക്ഷമാണ്. കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ രൂക്ഷമാണ്. താഴ്ന്ന പ്രദേശങ്ങളിലെ പല വീടുകളിലും വെള്ളം കയറി. അരയി ചെമ്മട്ടം വയൽ ആലൈ റോഡുകളിൽ വെള്ളം കയറി. പുതിയകോട്ട SNDP റോഡിൽ മണ്ണിടിഞ്ഞു. മൂലക്കണ്ടം നടുവട്ടം വയൽ വയ്യോത്ത് ഗോപിയുടെ വീടിൽ വെള്ളം കയറി. മൂലക്കണ്ടം അണ്ടർപാസിൽ നിന്നും വിഷ്ണുമംഗലം ക്ഷേത്രത്തിലേക്കുള്ള സർവീസ് റോഡ് ഇടിഞ്ഞു താണു. വിഷ്ണുമംഗലം ക്ഷേത്രത്തിനകത്ത് വെള്ളം കയറി. പുല്ലൂർ തോട് കരകവിഞ്ഞൊഴുകുന്നതാണ് വെള്ളക്കെട്ടിന് കാരണം. തോട്ടിൽ വന്നടിയുന്ന മണൽ നീക്കം ചെയ്യാത്തതാണ് ഇത്തരമൊരു വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നോർത്ത് കോട്ടച്ചേരി മണലിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രദേശത്ത് ഗതാഗത തടസ്സം നേരിടുന്നു. സമീപത്തെ വീടുകളിലും വെള്ളം കയറുമോ എന്ന ആശങ്കയിലാണ് സമീപവാസികൾ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അലാമിപ്പള്ളി സംസ്ഥാന പാതയിൽ വെള്ളക്കെട്ട് ആളുകളെ ദുരിതത്തിലാക്കുകയാണ്. ഇതുവഴിയുള്ള വാഹനയാത്രയും ദുസ്സഹമാണ്. ഏറെ ഭീതിയോടെയാണ് വാഹനയാത്രികർ ഇതുവഴി കടന്നുപോകുന്നത്. പുതിയകോട്ട ക്രിസ്ത്യൻ പള്ളിക്ക് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത്. സമീപത്തായി വീടുകളും സ്ഥാപനങ്ങളും ഉള്ളതിനാൽ ഭീതിയോടെ കഴിയുകയാണ് ഇവിടെയുള്ള സമീപവാസികൾ.